ഹലോ, ഇപ്പൊ സമയം 4 AM. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഡെലിവറി ഉണ്ട്. 4 to 5 നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക, തേങ്ങയൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ്, അപ്പൊ കടലയൊക്കെ വേവിച്ച് വെക്കുക. ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. അപ്പൊ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് അമ്മയാണ്. ഞാൻ ദേ ഇതാ കറി ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഹോം കിച്ചണൊക്കെ ഉള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം എത്രത്തോളം ബിസിയാണ് അതൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. പക്ഷെ ഇന്നും എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കിയാലും മതിയല്ലോ. മൺഡേ ടു ഫ്രൈഡേ എനിക്ക് ഫസ്റ്റ് ഡെലിവറി 6:30, 6:40, 6:45 അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അതിൽ 2 സെയിം ടവറിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഒരു 4 o'clock ഒക്കെ ആകുമ്പോഴത്തേന് ഞാൻ എന്തായാലും എഴുന്നേക്കും. ഇപ്പൊ അച്ഛനും അമ്മയുണ്ട്. അമ്മ ഒരു 5:15 കഴിയുമ്പോഴത്തേന് എഴുന്നേക്കും കേട്ടോ. അങ്ങനെ പുട്ടും കടലയും റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡേഴ്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെലിവറി ചെയ്തിട്ട് വരാം. തൊട്ടടുത്ത ടവറിൽ തന്നെയാണ്. മക്കള് 2 പേരും എണീറ്റിട്ടുണ്ട്. എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഇതുപോലെ ഡേറ്റ്സും ആൽമണ്ട്സും കാഷ്നട്സും ഒക്കെയാണ് ആദ്യം കൊടുക്കാറുള്ളത്. മൂത്തയാളുടെ സ്കൂൾ ബസ് 7:45 വരും. ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ സ്കൂളിൽ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണ് വിടാറുള്ളത്. ഇത് രണ്ടാമത്തെ ആളാണ് കേട്ടോ. ആളുടെ ബസ് 8:45 ആളെ സ്കൂളിൽ വിടാനാണ് നല്ല പണി. അങ്ങനെ ഡെലിവറീസ് ഒക്കെ കഴിഞ്ഞു. ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ട്, കടല, ചിയ സീഡ്സ്, മാംഗോ പുഡിംഗ്, പപ്പായ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തോട്ടോ. എന്നിട്ട് ഇതേ ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അച്ഛന്റെ സ്പെഷ്യൽ മലബാർ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ ദേ ഗ്രൂപ്പിൽ ഇടാനുള്ള ബിരിയാണി പോസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ച് പ്രിപ്പറേഷന്റെയും ഡെലിവറിയുടെയും ഒന്നും ഒരു വീഡിയോ എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ബിസി ആയിരുന്നു. ഇന്ന് ഇതുവരെ 14 ബ്രേക്ക്ഫാസ്റ്റും 14 ബിരിയാണിയും ഡെലിവറി ചെയ്തു. ലഞ്ച് പ്രിപ്പറേഷനും കൂടെ കഴിഞ്ഞിട്ട് എന്നും ഒരു ക്ലീനിങ് ഇതുപോലെ നടക്കാറുണ്ട് കേട്ടോ. ഞാനെല്ലാം അടിച്ചുവാരി നന്നായിട്ടൊന്ന് തുടച്ചിടും, ഇല്ലെങ്കിൽ അതെന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തത് അച്ഛനാണ് കേട്ടോ. ഞാൻ ഈ ഒരു കിച്ചൺ ടവല് കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചതാട്ടോ. നല്ലതാണ്, റീയൂസബിളും ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പിന്നെ ഒരു വീഡിയോയിൽ പറയാവേ. മോപ്പിംഗ് ചെയ്തിട്ട് വീണ്ടും ഞാനൊന്ന് വാക്യൂം ചെയ്യാറുണ്ട്. കുഞ്ഞു കുഞ്ഞു പൊടികൾ വരെ പിടിച്ചെടുക്കാനാണ്. ലഞ്ച് ഡെലിവറീസും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാനുള്ള ടൈമാണ് കേട്ടോ. അങ്ങനെ സൊറ പറഞ്ഞിരുന്നിരുന്ന് 3 o'clock ആയിട്ടുണ്ട്. ഇപ്പം സ്നാക്സ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പഴംപൊരിയും ഒനിയൻ ബജിയാണ് ഉണ്ടാക്കുന്നത്. പഴം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് 20 പഴംപൊരിയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തിനു പറയുന്നു, 4 പേര് ഓർഡർ ചെയ്തപ്പോഴത്തേന് അതങ്ങ് കഴിഞ്ഞു. പിന്നെ ഒനിയൻ ബജി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. സ്നാക്സ് പാക്കിങ്ങും ഡെലിവറീസും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ബിസി ആയി പോയി. പിന്നെ കുറച്ച് ഒനിയൻ ബജി ഞങ്ങൾക്ക് ചായക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇന്ന് ഡിന്നർ പ്ലാൻ ഒന്നുമില്ല. ഡിന്നർ ഞാൻ വളരെ റെയർ ആയിട്ടേ ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് എന്റെ മോളുടെ മ്യൂസിക് പ്രാക്ടീസ് ടൈം. മോളുടെ ആണ്, ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഈസി ഒന്നും അല്ല കാര്യങ്ങൾ. എന്നാൽ പോലും നമ്മൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ടൊക്കെ തന്നെ കേട്ടോ ചെയ്യുന്നത്.